ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ആരാണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം എല്ലാം സൃഷ്ടിച്ചു, അതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. അതിനുശേഷം ദൈവം പറയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഭൂമിയിലെ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിൻ്റെ മേലും ദൈവം അവർക്ക് ആധിപത്യവും നൽകുകയാണ്. കണ്ടു? അങ്ങനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമി നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ എന്നും പറഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഈ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനും സ്ത്രീയും പുരുഷനുമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം അവർക്ക് നൽകി, ദൈവം നമുക്ക് നൽകിയാണ്. ഈ സ്വഭാവത്തെ മനുഷ്യരായ നമ്മൾ പലപ്പോഴും മാറ്റിമറിക്കുന്നുണ്ട്. ഓരോ തിന്മ പ്രവർത്തിക്കുമ്പോഴും, കാരണം നമ്മുടെ ചായ്വ്, മനുഷ്യൻ്റെ ചായ്വ് എപ്പോഴും തിന്മയിലേക്കാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മൾ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുന്നത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്. എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22-24 വരെയുള്ള തിരുവചനത്തിൽ, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെയറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ആ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഈശോയാണ്. യേശു ക്രിസ്തുവിനെ നമ്മൾ ധരിക്കുവാൻ കാരണം, നമ്മിൽ നിന്ന്, ആ മനുഷ്യനിൽ നിന്ന് ഉത്ഭവ നീതി മാറ്റപ്പെട്ടു. യേശുവിലൂടെ നമ്മൾ ആ ദൈവത്തെ ധരിക്കണം, ആ യേശുവിനെ ധരിക്കണം. ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ആ സ്ത്രീയും പുരുഷനും ആയിട്ട് ദൈവത്തിൻ്റെ ഛായയെ സ്വീകരിക്കുക? സിയന്നയിലെ വിശുദ്ധ കത്രീന പുണ്യവതി പറയുകയാണ്, മനുഷ്യനെ ഇത്രയേറെ മഹിമയുള്ളവനായി പ്രതിഷ്ഠിക്കുവാൻ ദൈവമേ നിന്നെ പ്രേരിപ്പിച്ചത് ആരാണ്? നിന്നിൽ തന്നെ നിന്റെ സൃഷ്ടിയെ വീക്ഷിക്കുവാൻ ഹേതുവാക്കിയ നിന്റെ അമ്മേയമായ സ്നേഹമാണെന്ന് തീർച്ച. നിന്റെ സൃഷ്ടിയുമായി നീ സ്നേഹബന്ധത്തിലായി. തീർച്ചയായും സ്നേഹം നിമിത്തമാണ് നീ അതിനെ സൃഷ്ടിച്ചത്. നിന്റെ സനാതന നന്മ അനുഭവിക്കുന്നതിന് സ്നേഹം മൂലം അതിന് നീ അസ്തിത്വം നൽകി. സിയന്നയിലെ വിശുദ്ധ കത്രീന പുണ്യവതി ദൈവത്തോട് ചോദിക്കുകയാണ്, മനുഷ്യനെ ഇത്രയേറെ മഹിമയുള്ളവനായി പ്രതിഷ്ഠിക്കുവാൻ ദൈവമേ നിന്നെ പ്രേരിപ്പിച്ചതാരാണ്? മനുഷ്യൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് വിശുദ്ധ കത്രീന പുണ്യവതി പറയുകയാണ്. അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ടും മനുഷ്യൻ്റെ ചായ്വ് തിന്മയിലേക്കാണ്. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. യുക്തിബോധം നൽകി, പഞ്ചേന്ദ്രിയങ്ങൾ നൽകി. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുകയാണ്, ദൈവം അവർക്ക് തൻ്റെ ശക്തിക്ക് സാദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. ശക്തിക്ക് സാദൃശ്യമായ ശക്തി നൽകി. ഇങ്ങനെ ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തോട് കടപ്പെട്ടവരാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ദൈവത്തിൻ്റെ ഛായയാണ്, ദൈവത്തിൻ്റെ സ്വഭാവം അവരിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് ദൈവം പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-15 തിരുവചനത്തിനല്ല, നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ, അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. എന്നിട്ട് ദൈവം പറയാണ്,
എൻ്റെ നാമം സകല പുരുഷാന്തരങ്ങളിലൂടെയും അറിയപ്പെടും. സകല പുരുഷാന്തരങ്ങളിലൂടെയും ദൈവത്തിൻ്റെ നാമത്താൽ ദൈവം അറിയപ്പെടും എന്നാണ് വിശദീകരിക്കുക. അപ്പോൾ ഓർക്കുക, ദൈവം ഓരോ പുരുഷനെ, ഓരോ സ്ത്രീയെ ദൈവത്തിൻ്റെ സ്വഭാവത്തിനോടും ദൈവത്തിൻ്റെ ഛായയോടും കൂടി സൃഷ്ടിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടവരാണ്. ഭൂമിയെ ഭരിക്കുവാനായിട്ട്, ഭൂമിയെ വിശുദ്ധിയിലും നീതിയിലും സംരക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി ദൈവം നിറയ്ക്കുകയാണ്. കാരണം അധികാരവും ആധിപത്യവും ദൈവം കൊടുക്കുകയാണ്. നമുക്ക് ഈ പ്രഭാഷൻ്റെ പുസ്തകം ഒന്ന് വായിക്കാം. അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സാദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്താൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേലും അവിടുന്ന് അവന് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയത്തിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും എന്നാണ് വചനം പറയുക. അതുപോലെ അതിൻ്റെ ഫുട് നോട്ടിൽ പറയുന്നുണ്ട്, കർത്താവ് അവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി. ആറാമതായി മനസ്സും ഏഴാമതായി ബാഹ്യേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വ്യാഖ്യാനിക്കുവാൻ യുക്തിബോധവും നൽകി. കർത്താവിൻ്റെ വിസ്മയകരമായ പ്രവൃത്തികളിൽ അഭിമാനം അവർക്ക് നൽകി. കണ്ടോ, ചെറുപ്പം മുതലേ അവരുടെ പ്രവൃത്തികൾ തിന്മയിലേക്ക് ചാഞ്ഞിരുന്നു. ദൈവം എല്ലാം കൊടുക്കുകയാണ്. അപ്പം നമ്മളെപ്പോഴും ആലോചിക്കണം, നമ്മളെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലാണ്, സാദൃശ്യത്തിലാണ്. ഇന്ന് നമുക്ക് തന്ന ഈ സ്വഭാവം നമ്മൾ യേശുവിനോട് ചേർന്ന് നിന്ന് ഒരു പുതിയ മനുഷ്യനെ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായ ഒരു പുതിയ മനുഷ്യനെ നമ്മൾ സ്വീകരിക്കണം. അതിനാണ് കർത്താവ് നമുക്ക് ഈ വിശുദ്ധ വചനങ്ങൾ തരുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവം പറയാണ്, എൻ്റെ നാമം സകല പുരുഷാന്തരങ്ങളിലൂടെയും അറിയപ്പെടും. സ്ത്രീയെക്കുറിച്ച്, സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് പെരുമാറുവിൻ. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ. സ്ത്രീകളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹായും പത്രോസ്ലീഹായും പറയുന്നത് എന്താണ്? ബലഹീന പാത്രമാണ്. കാരണം പൗലോസ്ലീഹ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ശാസനം, ശിക്ഷണം എല്ലാം തന്ന് ആ വിധേയത്വത്തിൽ ആ ദൈവത്തിൻ്റെ ഛായയെ സ്വീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയാണ് ആദ്യം വഞ്ചിക്കപ്പെടുകയാണ്. അതിനുശേഷമാണ് സ്ത്രീയിലൂടെയാണ് പുരുഷൻ വഞ്ചിക്കപ്പെടുന്നത്. അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ 1 തിമോത്തി 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആദ്യം വഞ്ചിക്കപ്പെട്ടത് ഹവ്വായാണ്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരിക? 1 തിമോത്തി 2:15 പറയാണ്, സ്ത്രീ വിശുദ്ധിയിലും വിനയത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കുന്നതിലൂടെ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക.